കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ക്ഷാമം വരുന്ന സമയത്ത്, ദാരിദ്ര്യം വരുന്ന സമയത്ത്, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിലേക്ക് നമ്മൾ മിഴികൾ ഉയർത്തുവാൻ കഴിഞ്ഞെങ്കിലാണ് അനുഗ്രഹമുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ക്ഷാമം വരും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരും, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരും. അപ്പോൾ ഈ സഹനവും ക്ഷാമവും ദാരിദ്ര്യവും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ക്ഷേമം തരാൻ കഴിയുന്നൊരു ദൈവത്തെ, സൗഖ്യം നൽകാൻ കഴിയുന്നൊരു ദൈവത്തെ, സുസ്ഥിതി നൽകാൻ കഴിയുന്നൊരു ദൈവത്തെ, അനുഗ്രഹം നൽകാൻ കഴിയുന്നൊരു ദൈവത്തെ, സന്തോഷം നൽകാൻ കഴിയുന്നൊരു ദൈവത്തെ, സമാധാനം നൽകാൻ കഴിയുന്നൊരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നാം ദാരിദ്ര്യത്തിലേക്ക് മാത്രം നോക്കിയാൽ ഭർത്താവിന് ജോലിയില്ല, മകന് ജോലിയില്ല, മരുമകൾക്ക് ജോലിയില്ല, സ്വന്തം വീടില്ല, കുറി അടയ്ക്കാൻ കിടക്കുന്നു, ലോൺ അടയ്ക്കാൻ കിടക്കുന്നു, ഇതൊക്കെ നമ്മൾ നോക്കുന്നത് ഇതിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ബൈബിളിൽ മനോഹരമായ ഒരു ജീവിതത്തെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ദൈവം. എലിമേലേക്കും നവോമിയും എന്ന് പറയുന്ന ദമ്പതികളാണ്. നല്ല ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചവരാണ്. പക്ഷെ അവരുടെ നാട്ടിൽ ദാരിദ്ര്യം വന്നു. പ്രിയമുള്ളവർ, ദാരിദ്ര്യം വരുന്ന നാടിൻ്റെ പേര് ബെത്ലഹേം എന്നാണ്. ബെത്ലഹേം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ കൊട്ടയാണ്, അപ്പത്തിൻ്റെ നഗരമാണ്. അവിടെ ഒരു ദാരിദ്ര്യം വന്നപ്പോൾ അവർ പോകുന്നത് മൊവാബ് എന്ന് പറയുന്ന ദേശത്തേക്കാണ്. വിജാതിയർ താമസിക്കുന്ന ഒരു ദേശത്താണ്. അവിടെ ചെല്ലുന്നു, 2 ആൺമക്കൾ വിവാഹിതരാകുന്നു, അവർ വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു. കണ്ടോ, ഒരു ക്ഷാമം വന്നപ്പോൾ അവർ പോകുന്നത് ദൈവ സാന്നിധ്യങ്ങൾ ഇല്ലാത്ത, ദൈവത്തിൻ്റെ കരമില്ലാത്തൊരു സ്ഥലത്തേക്ക് അവർ പോയി എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് മനുഷ്യർ ദൈവം വസിക്കാത്ത സ്ഥലങ്ങളിലേക്ക്, ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്താണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്? അതായത് ഈ അപ്പൻ മരിക്കുകയാണ്. അങ്ങനെ നവോമി വിധവയായി. 2 ആൺമക്കൾ വിവാഹം കഴിഞ്ഞു, അവർക്കും മക്കളില്ല, ആ ആൺമക്കൾ മരിക്കുകയാണ്. അങ്ങനെ 3 വിധവകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഈ അമ്മായിയമ്മയായ നവോമിക്ക് തോന്നുകയാണ്, ഇനി ഞാനിങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, ഇവരാണ് ചെറുപ്പമാണ്, ഇവർ വിവാഹം ചെയ്ത് മക്കളുണ്ടാകട്ടെ, ഇനി ഞാൻ വിവാഹം ചെയ്ത് എനിക്ക് മക്കളുണ്ടായി, ഇവർ കല്യാണം കഴിക്കുമ്പോഴേക്കും ഇവർ ഒത്തിരി പ്രായമായി. അങ്ങനെ മരുമക്കളോട് പോകാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് മൂത്ത മരുമകൾ പോകുന്നു, 2ാമത്തെ മകൾ റൂത്ത് അമ്മായിയമ്മ നവോമിയോട് കൂടി വീണ്ടും തിരിച്ച് അവളുടെ നാട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ ആ റൂത്തിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ ഒരു അമ്മാമയായി മാറുകയാണ് ഈ റൂത്ത്. ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ജീവിതത്തിൽ സഹനം വന്നപ്പോൾ, ക്ഷാമം വന്നപ്പോൾ പോയ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാണ്, അവരുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നമുക്കൊക്കെ പ്രയാസം വരുമ്പോൾ നാം ഓടിപ്പോവുകയല്ല ചെയ്യേണ്ടത്, അടുത്തു വരികയാണ് ചെയ്യേണ്ടത്. നമുക്ക് സഹനം വരുമ്പോൾ ഓടിപ്പോവുകയല്ല വേണ്ടത്, ദൈവത്തിൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത്. ഈ 3 പേരുടെ മരണത്തിന് ശേഷം വിധവകളായിട്ടുള്ള ഇവർ, ഈ 2 പേരും ഇപ്പോൾ തിരിച്ച് മടങ്ങി ചെല്ലുന്നത് ദൈവത്തിൻ്റെ നാട്ടിലേക്കാണ്, ഈശോയുടെ അടുത്തേക്കാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ഈ ദാവീദിൻ്റെയൊക്കെ അമ്മാമയായി മാറാൻ ഒരു അനുഗ്രഹം കിട്ടിയത് ഈ റൂത്തിനാണ്. ആ റൂത്ത് അമ്മായിമ്മയോട് ചേർന്ന് തിരിച്ച് ദൈവത്തിനടുത്തേക്ക് വരിക. അതായത് നമ്മുടെ ജീവിതത്തിൽ ക്ഷാമം വരുമ്പോൾ ദൈവം നമുക്ക് ക്ഷേമം നൽകാൻ കഴിയുമെന്ന് ആ വിശ്വാസത്തോടെ ജീവിക്കാൻ കഴിയണം. എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ എന്നാണോ ഞാൻ പഠിക്കുന്നത്, അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഒരുപാട് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് പോലെ, തിരമാല വന്നടിക്കുന്നത് പോലെ മാറി മാറി വരികയാണ്. അവിടെ ഈശോയിലേക്കൊന്ന് നോക്കാൻ, വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ, പ്രത്യാശയോടൊന്ന് കാത്തിരിക്കാൻ, പ്രതീക്ഷയോടൊന്ന് ജീവിക്കാൻ, പ്രാർത്ഥനയോടെ ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ ഒരു കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ക്ഷാമകാലത്ത് അതിശയമായി പോറ്റിടും ദൈവം, ക്ഷേമകാലത്തൊരിക്കലും കൈവിടില്ല ദൈവം.
ആത്മാവിൻ പുതുഭാഷകളാൽ സഭയെ നിറയ്ക്കണമേ. പുതുപുത്തൻ കൃപാവരങ്ങൾ എന്നിൽ പകരണമേ. ആത്മാവിൻ പുതുഭാഷകളാൽ സഭയെ നിറയ്ക്കണമേ. പുതുപുത്തൻ കൃപാവരങ്ങൾ എന്നിൽ പകരണമേ. നിന്ദാസിയായി ഞാൻ മാറിയിടുവാൻ, നിന്നിഷ്ടമെന്നും ചെയ്തിടുവാൻ, നിൻ സാക്ഷി ചൊല്ലിടാൻ, നിൻ ശുദ്ധി പ്രാപിപ്പാൻ, തിരുകൃപ എന്നിൽ നിറഞ്ഞ് 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 കവിയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.